കൊടുക്കുന്നതും. ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. വിശപ്പുള്ളവന് അപ്പം നുറുക്കി കൊടുക്കുന്നതും. എനിക്കൂടെ വിടവുതാ. വിശപ്പുള്ളവന് കൈയറത്ത ഉപ്പ് തേക്കാത്ത പല ആൾക്കാരും ഉപവസിക്കും. നീ ഗുണം വരികയല്ല. ഒരു ഭിക്ഷക്കാരൻ വന്നാൽ പോലും 10 രൂപ കൊടുക്കുകയല്ല. ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കുക, ജീവന കൊതിയുള്ള ആരേലും വരുവോടാ? വരുവോ? ഒരുത്തൻ സാധുവായ ഒരുത്തൻ, വിശപ്പുള്ള ഒരുത്തൻ നിന്റെ വീട്ടിൽ വന്നാൽ എടുക്കട്ടെ, കഴിക്കുന്നോ വേണോ ഉണ്ടാച്ചായിരിക്കും വന്നേക്കുന്നേ. വരുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. അല്ലല്ലല്ല, നിന്റെ വിഹിതമാന്നേലും എടുത്തു കൊടുക്കണം. എന്നിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അല്ലാതെ ചുമ്മാ 3-7-21 സമാധി ഇരിക്കുമ്പോൾ ഇരുന്ന് സമാധി ഇപ്പൊ പറയാനൊക്കെ അല്ല, പ്രശ്നമാണ്. വിശപ്പുള്ളവന് നുറുക്കി കൊടുക്കണം. അഗതിയോ ഇനി അപരിചിതനാകട്ടെ, എല്ലാവരും വിശ്വസിച്ച് വരയ്ക്കാത്ത കയറ്റാനൊക്കെ ഇല്ല, എങ്കിലും വെളിയിൽ നിർത്ത്, ചോറ് തരാം. ഉള്ളത് ചില സഹോദരിമാർ പറയാനുണ്ട്, ഞാൻ കൂട്ടാനൊന്നുമില്ലാതെ എല്ലാവർക്കും കൂടെ ഈ നല്ല വിശപ്പിലാ വരുന്നെങ്കിൽ മുളക് ഇടിച്ചു കൊടുത്താൽ മതി, ആള് കഴിക്കും. പിന്നെ അത് കൊടുക്കുമ്പം മോതയൊക്കെ തെളിയാതിരിക്കുന്ന അവന് വിശപ്പൊന്നും വേണ്ട, അവൻ അതിനല്ല വന്നത്, വേറെ ഉദ്ദേശത്തിനാണ് വന്നത്. വിശപ്പിന് കൊടുക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഒരാൾ വീട്ടിൽ വന്നാൽ രാവിലെ ആണെങ്കിൽ നമ്മുടെ കേരളത്തിലെ നാട്ടിലെ രീതി അനുസരിച്ച് കട്ടനുണ്ടേ കൊടുക്കുക, ചായ ആന്നേ കൊടുക്കുക, ഉച്ചയ്ക്ക് ആന്നേ ഭക്ഷണം കൊടുക്കുക. ഉള്ളത് മതി. വിഭവസമൃദ്ധമായ ആഹാരമൊന്നും കൊടുത്തില്ലെങ്കിലും സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ തന്നെ ഒരു തൃപ്തിയാണ്. അതെ, എനിക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ഇപ്പോഴും അല്ല നേരത്തെയൊക്കെ ചെല്ലുമ്പോഴും ഇപ്പോഴും കുറച്ചുകൂടെ വ്യത്യാസമായിട്ടൊക്കെ ചിലർ ഇടപെടാറുണ്ട് നന്നായിട്ട്. തങ്കച്ചൻ മാഷൊക്കെ അറിയാം. നേരത്തെ എല്ലാവർക്കും ഒരേ സാഹചര്യമല്ല, പക്ഷേ വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണമൊന്നുമില്ലെങ്കിലും ആ തരുന്ന രീതിയും മുഖവും സംസാരവും അത് കാണുകയും കേൾക്കുമ്പോൾ ചെയ്യുമ്പോൾ നിറയും. മോന്ത തെളിയാത്ത നിന്റെ ഭക്ഷണം കഴിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുതെന്ന ആ പുസ്തകത്തിൽ വാക്യം. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. വിശപ്പുള്ളവന് അപ്പം എന്നിട്ട് വേണം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. അല്ലാതെ നീ പന്തൽ കെട്ടിയിട്ട് റൈറ്റ് നോ എന്നും പറഞ്ഞ് അലറി ബാനറും എല്ലാം വലിച്ചു കെട്ടി വരുന്നവന് പോലും ഇച്ചിരി വെള്ളം കൊടുക്കുകയല്ല. ഞങ്ങൾ അടുപ്പിൽ കത്തിക്കുന്നില്ലെന്ന് നീ